ചേർക്കാതെയുള്ള മാങ്ങ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ സമൂസ, കട്ട്ലറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിന് ഡിപ്പായിട്ടും ഉപയോഗിക്കാം. അപ്പം ആദ്യം നമുക്ക് തേങ്ങ ഇല്ലാത്ത ഈ മാംഗോ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 2 മാങ്ങ. ഇതിവിടെ ഞാനിവിടെ തേക്കുന്ന 2 മീഡിയം സൈസ് മാങ്ങ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞതാണ്. അപ്പം മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്പം ചെനച്ച മാങ്ങ വേണം എടുക്കാനായിട്ട്. അതായത് അല്പം ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയ മാങ്ങ വേണം, നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുക്കരുത്. അല്പം ഒരു പുളിയും വേണം, എന്നാൽ അല്പം പഴുത്തു തുടങ്ങിയ അങ്ങനെയായിട്ടുള്ള മാങ്ങ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ 2 മീഡിയം സൈസ് മാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്, അത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്, ഉലുവ 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കടുക് 1/4 ടീസ്പൂണ്. ഇപ്പം നമ്മൾ ഉലുവ, കടുക്, പെരിഞ്ജീരകം, നല്ല ജീരകം ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഈക്വൽ എമൗണ്ടിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. നമുക്ക് അടുത്തത് വേണ്ടത് എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ തന്നെ. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് വേണം, ശർക്കര. ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. അപ്പം ശർക്കരയുടെ കാര്യം കൂടി എല്ലാവരും ഓർക്കുക. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഒരു അടികട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ്, കോക്കനട്ട് ഓയിൽ ചേർക്കണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത എണ്ണ ചേർക്കുക. ഇനി എണ്ണ ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം എടുത്ത് വെച്ചിരിക്കുന്നത്, ഉലുവ എടുത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ നല്ല ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു നല്ല അരോമ ഇല്ലേ, അത് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റാം. ഇപ്പം നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഇഞ്ചി ഞാനിവിടെ ചതച്ചു, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മാങ്ങ ഒരുപാട് പച്ച മാങ്ങ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം പഴുത്തു തുടങ്ങിയിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കാകട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് ഉടച്ച് ചേർക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴാ മാങ്ങ വെന്ത പുളിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല, അല്പം കായത്തിൻ്റെ പൊടി, അതായത് ഒരു പിഞ്ച്, ഒരുപാട് വേണ്ട, ഒരു പിഞ്ച്, അല്പം ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
എല്ലാം കൂടെ ചേർന്ന് എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല ചട്നിയാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുളക് പൊടിയുടെയൊക്കെ ആ ചേർത്തതിൻ്റെ എല്ലാം പച്ചച്ചോ മാറാനായിട്ട് നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം ഇടാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഇനി നമുക്ക് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഞാനൊരു തടിയുടെ ഒരു തവി ഇതേപോലെ എടുത്തിട്ട് കുറച്ച് മാങ്ങ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് അത് പേസ്റ്റ് പോലെ ആക്കണ്ട, ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. മാങ്ങ വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പം ഞാനിതൊന്ന് കുറച്ച് ഉടച്ചു കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇപ്പം ഞാനിവിടെ ഈ മാങ്ങയുടെ കുറച്ച് ഭാഗം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ശർക്കര, നിങ്ങൾക്ക് പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിരകിയത് ചേർക്കാം. എൻ്റെ ഇപ്പം ഇവിടെ ഒരു സെമി ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. അപ്പം ഞാൻ ആദ്യം വലിയ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് മധുരമോ പുളിയോ എന്താ നിങ്ങൾക്ക് പോരാന്ന് തോന്നുന്നത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഉപ്പ് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന്. അതനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ കറക്റ്റായിട്ട് പുളിയും എരിവും മധുരവും എല്ലാം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ ചേർക്കാത്ത മാങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.